മൂന്നാറിൽ നിന്നും വട്ടവടയിലേക്കുള്ള യാത്രയിൽ ഉടനീളം തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. കോടമഞ്ഞ് നിറഞ്ഞ കാലാവസ്ഥയിൽ നേരിയ തണുപ്പ് അനുഭവിച്ചുള്ള യാത്ര ഏതൊരു സഞ്ചാരിക്കും നൽകുന്നത് വ്യത്യസ്തമായ അനുഭവം തന്നെയാണ്. ഇത് വട്ടവടയിലുള്ള ക്യാമ്പ് നോയൽ റിസോർട്ട്. മലനിരകളുടെ ഇടയിൽ പ്രകൃതിയെ തൊട്ടറിഞ്ഞുകൊണ്ടുള്ളൊരു വൈബുള്ളൊരു റിസോർട്ടാണിത്. വട്ടവടയിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ ദൂരമാണ് ഈ റിസോർട്ടിലേക്കുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ വട്ടവടയിലേക്കുള്ള ഞങ്ങളുടെ യാത്രയാണ്. മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ളൊരു യാത്ര. എറണാകുളം, ഇടുക്കി ജില്ലകളെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു പാലമാണ് ഈ നേര്യമംഗലം പാലം. ഇടുക്കിയുടെ പ്രവേശന കവാടമാണ് ഈ പാലം. പെരിയാറിന് കുറുകെ ആർച്ച് ഡിസൈനോടുകൂടി നിർമ്മിച്ച ഈ പാലം 1935 മാർച്ച് 2-നാണ് ശ്രീചിത്ര തിരുനാൾ രാമവർമ്മ പൊതുജനങ്ങൾക്കായിട്ട് തുറന്നുകൊടുത്തത്. മലമുകളിൽ നിന്ന് വെള്ളത്തൂവൽ പോലെ താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടമാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. മൂന്നാർ സന്ദർശനത്തിന് വരുന്ന സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടത്താവളമാണ് ഈ വെള്ളച്ചാട്ടം. ചെങ്കുത്തായ പാറക്കെട്ടുകൾക്ക് മുകളിൽ നിന്നും 7 തട്ടുകളായിട്ട് ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടമാണിത്. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴേക്കും മറ്റൊരു വാട്ടർഫോൾസും കൂടെ കണ്ടു. അതിന്റെ പേരെനിക്കറിയില്ല, എങ്കിലും കുറച്ചു നേരം അവിടെ ഒന്ന് ചെലവഴിച്ചു. അപ്പോഴേക്കും നല്ല ചാറ്റൽ മഴ പെയ്തു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ കാറിൽ കയറി യാത്ര തുടർന്നു. മൂന്നാറിൽ നിന്നും വട്ടവടയിലേക്കുള്ള യാത്രയിൽ ഉടനീളം തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. കോടമഞ്ഞ് നിറഞ്ഞ കാലാവസ്ഥയിൽ നേരിയ തണുപ്പ് അനുഭവിച്ചുള്ള യാത്ര ഏതൊരു സഞ്ചാരിക്കും നൽകുന്നത് വ്യത്യസ്തമായ അനുഭവം തന്നെയാണ്. മൂന്നാറിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ എവിടെ തുടങ്ങണമെന്നോ എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് പോലും എനിക്കറിയാൻ മേല. കാരണം ഓരോ യാത്രകളും വ്യത്യസ്തമായ ദൃശ്യവിരുന്നും അനുഭവങ്ങളുമാണ് പകർന്നു നൽകുന്നത്. തേയിലത്തോട്ടം കണ്ടില്ലേ? എന്തൊരു ഭംഗിയാ തേയില. ഇവിടെ നിന്ന് കാണുമ്പോ പോകുന്തോറും മൂടൽമഞ്ഞ് കൂടിക്കൂടി വന്നും വഴിയരികിൽ പനനങ്ക് വിൽക്കുന്നത് കണ്ടു. അത് കുറച്ച് വാങ്ങിക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒന്ന് നിർത്തി. ആ ഒരു സ്പോട്ടിൽ നിന്ന് ഞാൻ കുറച്ചൊന്ന് നടന്നു നോക്കിയപ്പോഴേക്കും കണ്ട സ്പോട്ടാണിത്. അതിമനോഹരമായ ഒരു വ്യൂ പോയിന്റ്. അങ്ങനെ പനനങ്കൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. കോടമഞ്ഞിന്റെ കുളിരണിഞ്ഞ മലഞ്ചെരുവുകളും തേയിലത്തോട്ടങ്ങളും കണ്ണെത്താ ദൂരത്തോളം ഒന്നിനുമേലെ മറ്റൊന്നായി അടുക്കി വെച്ച പോലുള്ള കുന്നുകളും അതിനെ വീശിയെത്തുന്ന കാറ്റും കുളിരും, അങ്ങനെ 100 കണക്കിന് കാഴ്ചകളിലേക്കുള്ള പോക്കാണ് മൂന്നാർ നമുക്ക് പകർന്നു നൽകുന്നത്. മൂന്നാർ തേയിലകൃഷിക്ക് അനുയോജ്യമെന്ന് കണ്ടെത്തിയ ശേഷം ഇവിടേക്ക് അതിനായി ആളുകളെ കൊണ്ടുവന്നതും കൃഷി ആരംഭിച്ചതുമെല്ലാം ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു. ഇവിടുത്തെ തേയിലച്ചെടി വളരുന്നതനുസരിച്ച് മൂന്നാർ ഒരു പട്ടണമായി വളർന്നു വന്നു. മൂന്നാർ പട്ടണത്തിൽ എത്തിച്ചേർന്നപ്പോഴേക്കും നന്നായി വിശന്നു. അപ്പോൾ ഒരു കോഫിയോ ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കോഫി ഷോപ്പിൽ കയറി. മൂന്നാറിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും അതിമനോഹരമായ വ്യൂ പോയിന്റ്സ് തന്നെയാണ് കാണാനുള്ളത്.
കോവിലൂർ ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ, കോവിലൂർ റോഡാ. ടോപ്പ് സ്റ്റേഷൻ എത്തി തോന്നല്ലേ? അവിടെ അവിടുന്ന് 1.5 കിലോമീറ്റർ വട്ടവട ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ ചെക്ക് പോസ്റ്റ് അത് എത്തിക്കഴിഞ്ഞാൽ കോവിലൂർ എത്തുള്ളൂ. പണത്തോട്ടത്തിലേക്ക് നമ്മൾ പോകുന്നേ. പഴത്തോട്ടം കോവിലൂർ പണത്തോട്ടം പണമാണോ? പഴത്തോട്ടം തന്നെ പറയണം. ഗ്രാമപഞ്ചായത്തിലോട്ട് ഇനി 8 കിലോമീറ്റർ കഴിഞ്ഞ് കോവിലൂർ. അവിടുന്ന് വീണ്ടും 7 കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്തേക്ക്. ഇത് പാമ്പാടും ഷോല നാഷണൽ പാർക്ക്. മൂന്നാർ ടൗണിൽ നിന്നും 35 കിലോമീറ്റർ അകലെയുള്ള പാമ്പാടും ഷോല നാഷണൽ പാർക്കിലൂടെയാണ് പിന്നീട് വട്ടവടയിലേക്കുള്ള യാത്ര. സ്പീഡ് ലിമിറ്റ് എഴുതി വെച്ചിട്ടുണ്ട്, 30 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റിലാണ് പോകുന്നത്. പാമ്പാടും ചോല നാഷണൽ പാർക്ക്. നല്ല തണുപ്പല്ലേ? നല്ല തണുപ്പ്. പാമ്പാടശോല നാഷണൽ പാർക്ക്. നിർത്താൻ പാടില്ലെന്നാ പറയുന്നത്. ഇവിടെ മാനവന്നെ കൊണ്ടുപോയി കൊടുങ്കാട കേട്ടാ. ചിമ്പാൻസി അല്ല ഇത്, മറ്റേ ടൈപ്പ് സാധനം. സിംഹവാലം കുരങ്ങാണ്. അല്ല, കുരങ്ങ് മറ്റേ കുരങ്ങ്. അതിനെ നോക്കി നടന്നാ ഞാൻ വണ്ടി ഓ ഇവിടെ പാമ്പാടം ഷോല നാഷണൽ പാർക്ക് ഉണ്ടാ. ഇതാണ് നേച്ചർ എഡ്യൂക്കേഷൻ. കുരങ്ങനെ കണ്ടപ്പോഴേക്കും നമ്മുടെ പരിപാടി തീർന്നു അല്ലേ? സൈഡിലോട്ട് വണ്ടി സൈഡിൽ പോയി. വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള പാമ്പാടും ഷോല നാഷണൽ പാർക്കിലെ പ്രധാന കവാട കഴിഞ്ഞുള്ള 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വട്ടവടയിലേക്ക് എത്താം. ഇവിടെ നിന്നും ഏതാനും 2 കിലോമീറ്റർ അകലെയാണ് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് നടക്കുന്ന വട്ടവട എന്ന ചെറിയ ഗ്രാമം. കോടമഞ്ഞിൽ പച്ചപുതച്ചു കിടക്കുന്ന സുന്ദരമായ ഇടമാണ് വട്ടവട. മൂന്നാറിൽ നിന്നും 45 കിലോമീറ്റർ അകലെയുള്ള കാർഷിക ഗ്രാമമായ വട്ടവട പ്രകൃതി കൊണ്ടും തണുപ്പ് കൊണ്ടും മൂന്നാറിനെ വെല്ലും. ഈ വട്ടവടയിലേക്കുള്ള യാത്ര തന്നെ മനസ്സ് നിറയ്ക്കുന്നത് തന്നെയാണ്. ഇതിന് കണക്ക് ഏക്കർ കണക്കിനാണ്. അതാ മേള് വരെ അതാണ് ക്യാമറ ഇങ്ങനെ കിടക്കുക.